നമസ്കാരം. ബിലാത്തി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 13. ആഗോളതലത്തിൽ നമ്മൾ ലോക റേഡിയോ ദിനം ആഘോഷിക്കുകയാണ്. ടെലിവിഷനും സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ യുഗവുമൊക്കെ വരുന്നതിന് എത്രയോ മുൻപേ മനുഷ്യന് ലോകവുമായി ബന്ധിപ്പിച്ച ആ അത്ഭുത പെട്ടിയെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? എന്തുകൊണ്ടാണ് ഫെബ്രുവരി 13 റേഡിയോ ദിനമായി തിരഞ്ഞെടുത്തത് എന്ന് നിങ്ങൾക്കറിയാമോ? 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭയുടെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ആ ചരിത്രപരമായ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി 2011 യുനെസ്കോ ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 1923 റേഡിയോ ക്ലബ് ഓഫ് ബോംബെയിലൂടെയാണ് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ ശബ്ദിക്കുന്നത്. 1957 ഇത് ആകാശവാണി എന്ന പേരിൽ നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. ഈ വർഷത്തെ റേഡിയോ ദിനത്തിന്റെ പ്രമേയം ഏറെ കൗതുകകരമാണ്. റേഡിയോയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും. AI ഒരു ഉപകരണം മാത്രമാണ്, അത് റേഡിയോയുടെ ശബ്ദമല്ല എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഇന്ന് വാർത്തകൾ വിവർത്തനം ചെയ്യാനും ശബ്ദം എഡിറ്റ് ചെയ്യാനും വലിയ രീതിയിൽ AI ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ വികാരങ്ങളും വിവേകവും പകർന്നു നൽകുന്ന ആ പഴയ അവതരണ ശൈലിക്ക് പകരമാവാൻ യന്ത്രങ്ങൾക്ക് കഴിയില്ലെന്ന് യുനെസ്കോ ഓർമ്മിപ്പിക്കുന്നു. UK-യിലെയും കേരളത്തിലെയും പ്രവാസി മലയാള സമൂഹത്തിന് റേഡിയോ കേവലം വാർത്താ മാധ്യമം മാത്രമല്ല. പ്രളയകാലത്തായാലും കോവിഡ് കാലത്തായാലും ഇന്റർനെറ്റ് പണിമുടക്കുന്ന ഇടങ്ങളിൽ ഇന്നും റേഡിയോയാണ് ആശ്വാസം. സ്മാർട്ട് ഫോണിലെ FM ആപ്പുകളായും ഡിജിറ്റൽ റേഡിയോയായും ഈ മാധ്യമം അതിന്റെ 2ാം നൂറ്റാണ്ടിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ അവസാനം എപ്പോഴാണ് ഒരു റേഡിയോ പ്രോഗ്രാം കേട്ടത്? ആ ഓർമ്മകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. എല്ലാവർക്കും ബിലാത്തി വാർത്തകളുടെ റേഡിയോ ദിനാശംസകൾ. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.